20 വയസ്സായ മകൾക്ക് ഒരു താരാട്ട് കേട്ടിട്ടുണ്ട്. കെ സച്ചിദാനന്ദന്റെ ഈ കവിത ഹയർ സെക്കൻഡറി പദ്യം ചൊല്ലിൽ അസലായി ആരതി ചൊല്ലിയത് കേട്ടപ്പോൾ പെൺമക്കളുള്ള അച്ഛന്മാരുടെ മനസ്സ് ഒന്നുലഞ്ഞ പോലെ. എന്തായാലും ആലപ്പുഴ നങ്ങ്യാർകുളങ്ങര ബഥനി ബാലികാമഠം സ്കൂൾ +2 വിദ്യാർത്ഥിനി ചൊല്ലിയ ആ കവിത അച്ഛൻ അനിലിന്റെയും അമ്മ ആരതിയുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ആ റിപ്പോർട്ടൊന്ന് കണ്ടിട്ട് വരാം. നടക്കൂ മറന്നേക്കൂ നീ പെണ്ണെന്ന്, മുന്നിൽ നരകമെന്ന് ഒന്നുകൂടി കിലുക്ക്, ഒന്നുകൂടി പാവ പാൽക്കുപ്പി തൊട്ടിലിൽ ഒന്നുകൂടി കുഞ്ഞുടുപ്പിൽ മയങ്ങുക, സ്വർഗത്തിനോർമ്മ പോൽ മറ്റൊരു ഭൂമി തൻ പുല്ലാങ്കുഴലിൽ വിടർത്തുക പുഞ്ചിരി. പേടിയാണച്ഛന് നീ വരാൻ വൈകിയാൽ, പേടി നിൻ തോഴരെ കാൺകെ അതിലാരു മാറുമൊരു ദിനം, എന്നൊറ്റുകാരനായി വ്യാപാരിയായി കാക്കിയിട്ട കടുവയായി, പാതി മുതലയായി പാതി കരടിയായി, രാവിൽ രൂപാന്തരം കൊള്ളും പ്രഭുതയായി. പേടി നിൻ കാലടിയേശാത്ത കാരമുൾമേടിൽ നിൻ സഞ്ജീവനം തിരക്കിപ്പോകെ, ധീരരെ ചുറ്റി വരിഞ്ഞു കൊല്ലും പഴംപാതകൾ ഭീരുവീ ലോകത്തിനു പ്രിയം. വീട് മുഴുവൻ തകരിലും കാവലാൾ വേണമെന്നേ ശാഠ്യമേവർക്കും അങ്ങനെ. പ്രേതലോകം വലുതായി, നമുക്കിടം തീരെ ചെറുതായി, ശ്വസിക്കലേ മൃത്യുവായി. നൊണ്ടും എറുമ്പിനെ കണ്ടാൽ വിതുമ്പുപോർക്ക് ഇല്ല ഇടമിഞ്ഞ്, വളർത്തുക ദംഷ്ട്രയും കൊല്ലും നഖവും മുരളുന്ന പ്രാണനും. അച്ഛനെ പോൽ അലിയാതുരുക്കാവുക, അമ്മയെ പോൽ ഉരുകാതെ കല്ലാവുക, ഒറ്റയ്ക്കു പോകേണ്ടവൾ നീ ഒരു ദിനം, ഒറ്റയ്ക്കുറങ്ങി ഉണരാൻ പഠിക്കുക, ഒറ്റയ്ക്കു പോകേണ്ടവൾ നീ ഒരു ദിനം, ഒറ്റയ്ക്കുറങ്ങി ഉണരാൻ പഠിക്കുക. പൂട്ടുക കണ്ണുകൾ സ്വപ്നത്തിലെങ്കിലും, കൂട്ടിലടയ്ക്കാത്ത പക്ഷിയെ കാണുവാൻ. പൂട്ടുക കണ്ണുകൾ സ്വപ്നത്തിലെങ്കിലും, കൂട്ടിലടയ്ക്കാത്ത പക്ഷിയെ കാണുവാൻ. പെൺമക്കളുള്ള ഓരോ അച്ഛന്മാരുടെയും മനസ്സിൽ സ്പന്ദിക്കുന്ന വാക്കുകളാണ് സച്ചിദാനന്ദൻ ഈ കവിതയിലൂടെ എഴുതി വച്ചത്. ഈ കവിത ഓരോ കുടുംബത്തിലെയും അച്ഛനും മകളും തമ്മിൽ പറയുന്ന സംഭാഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മലയാളികൾക്ക് മനസ്സിനെ നന്നായി അത് വേദനിപ്പിക്കും, നന്നായി അത് മനസ്സിൽ അടയാളപ്പെടുത്തും. പെൺമക്കളുള്ള എനിക്കും ഈ കവിത ഏറെ ഇഷ്ടപ്പെട്ടു.